ഇത് ഞങ്ങളുടെതല്ല എന്നുള്ളത് ഞങ്ങൾ തെളിയിച്ച് കാണിച്ചു തരാം. ആ തെളിയിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ കമന്റ് ഇട്ടവന്മാർ, ഇത് വിറ്റവര്, ഇത് കണ്ടവര്, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് എന്റെ മുഖടക്കന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഞാൻ പറയാം എന്റെ കണ്ടന്റ് ഏറ്റവും വലിയ കണ്ടന്റ്. ഇതിന് ഉത്തരവാദിത്വം പറയപ്പെടാ നിങ്ങൾക്ക്. നിന്റെയൊക്കെ ഈ തോന്നിവാസങ്ങൾ കാണിച്ചു വെക്കുന്നത് ഇതൊന്നും വിട്ടുകളയില്ലേ? ഇതൊക്കെ നിങ്ങൾ വിട്ടുകളയില്ലേ? നിങ്ങൾ ഇപ്പം അവസ്ഥയില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഒരു ഫാമിലിയാണ്, ഒരു അമ്മയാണ്. എനിക്കൊരു ഇമേജ് ഉണ്ട്. അതാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്. അത് ഇതെന്ന് പറഞ്ഞിട്ട് വേദന പറഞ്ഞാൽ മനസ്സിലാവില്ല. അവനാന്റെ വീട്ടിൽ അവനാന്റെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഈ അവസ്ഥ വരുമ്പോ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് മനോരമ ന്യൂസിനകത്ത് വന്നൊരു വാർത്ത കണ്ടിട്ടാണ് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് അറിയുന്നത്. വയനാടൻ ബ്ലോഗറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇവരെ അപ്പം ഞാനത് അറിഞ്ഞിട്ട് ഇവരെ ഇൻസ്റ്റയിലും അതുപോലെ ഫേസ്ബുക്കിനകത്തൊക്കെ ചെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. ഇവരെ വീഡിയോസും അതുപോലെ വീഡിയോസിൻ്റെ താഴെയുള്ള കമൻറ്റുകളൊക്കെ നോക്കി. അപ്പം ഇവരെ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിനകത്താണ്. ഇവരെ വീഡിയോയുടെ അടിയിലും പോസ്റ്റിൻ്റെ അടിയിലൊക്കെ കമൻറ്റ് ലീക്ക്ഡ് കിട്ടിയോ, വീഡിയോസ് കിട്ടിയോ, അമ്മുവിൻ്റെ വീഡിയോസ് കിട്ടിയോ, മറ്റേത് കിട്ടിയോ, മറിച്ചത് കിട്ടിയോ എന്ന് പറഞ്ഞിട്ട് ഓരോരോ കമൻറ്റുകൾ, കൂടുതലും ഫേക്ക് ഐഡിയ എന്നാണെന്ന് തോന്നുന്നു കമൻറ്റുകൾ വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെ എന്താ സംഭവം എന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റയിൽ നോക്കിയപ്പോഴത്തേക്ക് ഇവരൊരു വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വിശദമായിട്ട് ആ വീഡിയോയ്ക്കകത്ത് ഇവർ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്നല്ലെങ്കിൽ നിങ്ങൾക്കോ എനിക്കോ നമുക്കോ എല്ലാ ആൾക്കാർക്കും വരാം, ഈ ഒരു വിഷയം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പം നാളെ ഒരാൾക്കും ഇങ്ങനൊരു അവസ്ഥ വരരുത് എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേഷൻ്റെ പോക്ക് അങ്ങനെയാണ്. 2K ഡാഷ് എന്ന് പറഞ്ഞ കുറേ പിള്ളേരുണ്ടല്ലോ, എല്ലാവരെയും അല്ല, ഒരു കൂട്ടം പിള്ളേർ. എന്തായാലും ഇതിനെ പറ്റിയിട്ട് അവർ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ലീക്ക്ഡ് ആയിട്ടുള്ള വീഡിയോയെ പറ്റിയിട്ടും എന്താണ് ലീക്ക് ആയിട്ടുള്ളതും അതിൻ്റെ സത്യാവസ്ഥയൊക്കെ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോയുടെ അടിയിലും വരുന്ന ഒരു കമന്റ് ആണ് ലീക്ക്ഡ്. അവസാനം അത് ചുറ്റിക്കറങ്ങി ഞങ്ങളുടെ കയ്യിൽ എത്തിയപ്പോ ലീക്കായ ഒരു ഫോട്ടോ അത് ആദ്യം ഞാൻ കാണിച്ചു തരാം. അത് ആദ്യം കാണിച്ചു. അതെ, ഞങ്ങളത് ഒളിച്ചും പാത്തും കൊണ്ടു നടന്ന ഫോട്ടോ ഒന്നുമല്ല. അത് ആദ്യം കാണിച്ചു തരാം. ഇത് എന്റെ ഇൻസ്റ്റ ഐഡി ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റ ഐഡി ആണ് ഈ ഫോട്ടോ. ഇതൊരു ഫോട്ടോയാണ്. ഫെബ്രുവരി 8 ഞാൻ പോസ്റ്റ് ചെയ്ത എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ട ഒരു ഫോട്ടോയാണിത്. ഇത് വെച്ചിട്ടാണ് അവന്മാര് വീഡിയോ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാരിലേക്കും. ഞങ്ങളുടെതല്ല, ഞങ്ങളുടെ 2 പേരെ കയ്യിലും ടാറ്റു നോക്കി കഴിഞ്ഞാൽ 2 കൈ ഞങ്ങളുടെ കയ്യിൽ ടാറ്റു ഉണ്ട്. അത് ഞാൻ പറയട്ടെ, ഒന്നെങ്കിൽ അത് ചെറുതായിട്ട് ഞാൻ പറയല്ലോ, അത് ആ ഒരു ഫോട്ടോ ഇപ്പൊ ഞാൻ കാണിച്ച ആ ഒരു ഫോട്ടോ അത് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നോണ്ടാണ് അത് ഞങ്ങളുടേതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് ചെല്ലുമ്പോ എന്താ ഗ്രൂപ്പിന്റെ പേര് സ്വർഗവാതിൽ. ആ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളുടെ ഏജ് ആ ഒരു വോയിസ് കേൾപ്പിക്കാം മോസേ, ഒറ്റ വോയിസ് കേൾപ്പിക്ക്. കണ്ടല്ലോ. ഇപ്പൊ ഇവര് വീഡിയോയുടെ അടിയിലെല്ലാം ചെന്ന് ലീക്ക്ഡ് എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ ഫേക്ക് അക്കൗണ്ട് കമന്റ് ഇടുന്നുണ്ട്. ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി കുറെ 2K കിഡ്സുകൾ കമന്റ് ഇടുന്നുണ്ട്. അപ്പം അവര് കമന്റ് ഇട്ടിട്ട് ലീക്കായി, വീഡിയോ കിട്ടിയിട്ടുണ്ടോ, വീഡിയോ വന്നിട്ടുണ്ടോ, ലീക്ക് ആയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ട് അവസാനം ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? കാരണം ആരാണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ഒരു നമ്മളെ വീഡിയോയുടെ അടിയിൽ കൊണ്ട് ഇങ്ങനെ കമന്റ് ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ആദ്യം പേടിക്കും, ഞെട്ടും. എന്താണ് സംഭവം, എന്ത് പറ്റിയെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇവർ ഇതിനെ പറ്റിയിട്ട് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇതിന്റെ സത്യാവസ്ഥയും ഇത് എവിടുന്ന് വന്നു, ഇത് എന്താ സംഭവം എന്നല്ല, ഇതിന്റെ പുറകിൽ ആരാന്നല്ല ഇവർ പൊക്കി, ആൾക്കാരെല്ലാം പൊക്കി. അപ്പം ഇവരെ മുമ്പേ ഇട്ട് ഈ അമ്മൂസ് എന്ന് പറയുന്ന ഇവരെ അക്കൗണ്ടിൽ ഇട്ടിരുന്ന ഒരു ഫോട്ടോ എടുത്തു വെച്ചിട്ടാണ് ഈ 2K ഡാഷുകൾ ഈ വേല ഒപ്പിച്ചു വെച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോയും വെച്ചിട്ട് വേറെ ഏതോ വീഡിയോസ് ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുക്കുവാണ്. എന്നിട്ട് ഇവരെ അക്കൗണ്ടിന്റെ താഴെയെല്ലാം വന്നിട്ട് വീഡിയോ കിട്ടിയോ, ലീക്ക്ഡായോ, അമ്മൂസിന്റെ വീഡിയോ കണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കമന്റ് ഇടുന്നത്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറ, ഇന്നത്തെ ഒരു ജനറേഷൻ, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ടെക്നോളജി നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്യുന്ന ഒരു ജനറേഷനാണ് ഇന്നത്തെ 2K ജനറേഷൻ എന്ന് പറഞ്ഞാൽ. എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, നല്ല ആൾക്കാരും ഉണ്ട്, നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞ നല്ല പിള്ളേരും ഉണ്ട്, തന്തയ്ക്കും പിറക്കാത്ത, നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പിറക്കാത്ത ടീംസുകളും ഉണ്ട്. അപ്പം ഇവന്മാരെ ഒരു കൂട്ടം അവന്മാരിപ്പം അടുത്ത സമയത്ത് നമ്മൾ കണ്ടാണല്ലോ MDMA ആയിട്ട് ബന്ധപ്പെട്ടും അതുപോലെ അത് മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടും ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വന്ന് ചാടിയിട്ടുള്ളത് ഈ 2K ഇന്നത്തെ ജനറേഷനാണ്. അപ്പം ഇവന്മാര് ഇവരെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് അനാവശ്യമായിട്ട് വേറെ ഏതോ വീഡിയോ കണ്ട് എടുത്തു വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് AI ടൂൾ വെച്ചിട്ട് ഇപ്പം നമുക്ക് ഈ നെറ്റിനകത്തൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് AI ടൂൾ വെച്ചിട്ട് ഒരുപാട് രീതിയിൽ നമുക്ക് ഓരോ ഫോട്ടോസും അല്ലെങ്കിൽ ഫോട്ടോസ് ജീവൻ വരെ എത്തിക്കാവുന്ന രീതിയിൽ പല രീതിയിൽ നമുക്ക് മോർഫ് ചെയ്ത് എഡിറ്റ് ചെയ്തും എടുക്കാവുന്ന ഒരു കാലഘട്ടമാണെന്ന്.
അപ്പോൾ അങ്ങനെ ഇവരെ ഒരു ഫോട്ടോ വെച്ചിട്ട് ആ ഫോട്ടോയും വെച്ച് വേറെ ഏതൊക്കെയോ വീഡിയോ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്തും കൊടുക്കുവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുന്നു, പൈസയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ഇതാണ് ഇവരിപ്പം ബുക്ക് ചെയ്തത്. അങ്ങനെ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ ഈ ഒരു ഇതിൻ്റെ പിറകെ ഇറങ്ങി തിരിച്ചതും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തതും. കാരണം ഇത് മറ്റുള്ളവരും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ, കാരണം അത്രയ്ക്കും നല്ലതാണ്. കാരണം ഇതിൻ്റെ പുറകെ നടക്കുന്ന ഇങ്ങനെയുള്ള ഈ അലവലാതി ടീമുകളുണ്ടല്ലോ, 2K കിഡ്സ് എന്ന് പറഞ്ഞാൽ, ഇവന്മാരെ എല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, ഇവന്മാരെ എല്ലാം ഒരു പാഠം പഠിപ്പിക്കണം. ഓക്കെ, എന്നാൽ അവർ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടുപോകാം. ഒന്നാമത്തെ കാര്യം, ഇത് ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് ചെല്ലുമ്പോ എന്താ ഗ്രൂപ്പിന്റെ പേര്, സ്വർഗവാതിൽ. ആ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളുടെ ഏജ്, ആ ഒരു വോയിസ് കേൾപ്പിക്കാം മൂസേ, ഒറ്റ വോയിസ് കേൾപ്പിക്കേ. ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, എന്തൊരു പറഞ്ഞാലും തീരുവില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറയട്ടെ, നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ വിൽക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം അതാണ്. അതായത് ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇത് ചെയ്യുന്നതൊക്കെ 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന ചെക്കന്മാരാണ് ഇതൊക്കെ. ഇന്നലെ നോക്കിയപ്പോൾ എത്ര 938 പേര് ഒരു ഗ്രൂപ്പില്. ചെറിയ ഞാൻ ഈ ചെക്കന്മാർ പറയുന്ന കാര്യം, എന്റെ വീട്ടിൽ അച്ഛനില്ല, അല്ലെങ്കിൽ എന്നെ കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നത്. കഷ്ടപ്പെട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ചില ആൾക്കാർ പറയാ ഇത്ര ലക്ഷം കൊടുത്ത് തന്നെ പഠിപ്പിക്കുന്നുണ്ട്, കഷ്ടപ്പെട്ട് ലോൺ എടുത്താ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പുറത്തിറങ്ങി എന്റെ ഓക്കെ, ഇവർ അന്വേഷിച്ച് ചെന്ന് എല്ലാത്തിനെയും പൊക്കിയിട്ടുണ്ട്, കൈയോടെ പൊക്കിയിട്ടുണ്ട്. കൈയോടെ പൊക്കിയ സമയത്ത് ഇവർക്ക് അറിയാൻ സാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറും മുട്ടയെന്ന് വിരിയാത്ത 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന വെറും പിള്ളേരാണ്. ഒന്ന് ആലോചിക്കും, നമ്മളൊക്കെ ഈ സമയത്ത് നമ്മളൊക്കെ ഇതിൻ്റെയൊക്കെ നമ്മളൊക്കെ ക്ലാസ്സിൽ പോകുന്നു, പഠിക്കുന്നു, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, വരുന്നു, കളിക്കാൻ പോകുന്നു, ഇതൊക്കെയായിരുന്നു നമ്മളെ ചിന്തയിൽ. ഇപ്പോൾ ഉള്ള യുവന്മാരെ ചിന്തയിൽ, ഈ 2K ഡാഷിൻ്റെയൊക്കെ ചിന്തയിൽ എന്തൊക്കെയാണ് ഇത് നടക്കുന്നത്? MDMA, അത് ഇത്, മയക്കുമരുന്ന്, കൊട്ടേഷൻ, എന്തൊക്കെയാണ് ഇവന്മാരൊക്കെ ചെയ്ത് വെക്കുന്നത് ഈ ഒരു ജനറേഷനിൽ. ഈ ഒരു സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയില്ലാത്ത അവന്മാരാണ് ഇന്നത്തെ ഒരു 2K ജനറേഷൻ എന്ന് പറഞ്ഞാൽ. എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ, കുറച്ച് പിള്ളേർ. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മൾ ജനിച്ചു വരുന്ന വീടുകളിൽ നിന്നാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മുമ്പോട്ട് വരേണ്ടത്. വീടുകളിൽ നിന്നൊരു അടിസ്ഥാനം കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും പോയി. ഇപ്പം ഇത്രയും ഇവന്മാർ ചെയ്തല്ലോ, ഇപ്പം ഇത്രയും പ്രായത്തിലുള്ള ഈ ചെറിയ പിള്ളേർ ഇപ്പം ഇത്രയും വലിയൊരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ, നാളെ ഇവന്മാർ വളർന്ന് വലുതായി വരുന്ന സമയത്ത് എന്തായിരിക്കും ഇവന്മാർ ചെയ്യുന്നത്? എന്തായിരിക്കും ഇവന്മാരെയൊക്കെ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവന്മാർ ഒറ്റെണ്ണത്തിനും വെറുതെ വിടരുത്, എല്ലാത്തിനും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. 18 വയസ്സായിട്ടില്ല, പ്രായപൂർത്തി ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം ഇറങ്ങുന്നുണ്ട്. ഇവന്മാരെയൊക്കെ അടപ്പിച്ചുകൊണ്ട് ഇതിനെല്ലാം നിയമത്തിൽ മുമ്പിൽ കൊണ്ടുവരണം. എന്നാലേ ഇവന്മാരൊക്കെ പഠിക്കൂ. ഇതൊന്നല്ലെങ്കിൽ നാളെ നമുക്കും ഇതേ അവസ്ഥ വരാൻ. കാരണം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ്. നമ്മളെ പെങ്ങന്മാരുമായിട്ടും നമ്മളെ ഫാമിലിയായിട്ടും നമ്മളെ വൈഫുമായിട്ടും ഉമ്മമാരുമായിട്ടും എല്ലാവരുമായിട്ടും നമ്മൾ ഫോട്ടോസ് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. ഇവന്മാരെ പോലത്തുള്ള ഈ തന്തയ്ക്ക് മുമ്പ് ജനിച്ച ഇവന്മാരെ പോലത്തുള്ള ഈ ടീംസിന്, ഈ ഇവന്മാരിങ്ങനെയുള്ള ആൾക്കാർ ഈ ഫോട്ടോസ് എല്ലാം എടുത്തു വെച്ച് ഇതിനപ്പുറം കാണിക്കത്തില്ല എന്താണ് ഉറപ്പ്? ഇന്ന് പല പല സംവിധാനങ്ങളുണ്ട്. AI ടൂൾസ് എന്ന് പറഞ്ഞ് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്. AI വെച്ച് ഓരോരോ സംഭവങ്ങൾ, ഓരോരോ വീഡിയോകൾ ഇറങ്ങുന്നത്. ഇപ്പം അതുകൊണ്ട് ഇപ്പം പരാതി എടുക്കാൻ പറ്റത്തില്ല. ചോദിച്ചു കഴിഞ്ഞാൽ AI വീഡിയോ ഇല്ലേ എന്തെങ്കിലും ചെയ്തത്? ഞാനല്ലല്ലോ ചെയ്തത് എന്നാണ് പറയുന്നത്. ഇവന്മാരെല്ലാം ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണെങ്കിലും അവന്മാരെല്ലാം നല്ല രീതിയിൽ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഇങ്ങനെയുള്ള തെണ്ടിത്തരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങൾ കാണിക്കുന്ന ആൾക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിരിക്കണം. ഇപ്പം തന്നെ പറയുന്നുണ്ട്, ഗ്രൂപ്പിൽ ഏകദേശം 948 പേരെങ്ങാനുണ്ടെന്ന്. ആ ഗ്രൂപ്പ് അഡ്മിനെതിരെയാണ് നടപടി എടുക്കേണ്ടത്. അത് ഹാൻഡിൽ ചെയ്യുന്ന ഏതവനാണോ ആ ചെറുക്കനെതിരെ വേണം പരാതി എടുക്കാൻ, കേസ് കൊടുക്കാൻ. അവനാണ് ഇതിനെല്ലാം കൂടെ തീറ്റിപ്പൊറ്റിക്കൊണ്ട് പോകുന്നത്. എന്നിട്ട് പിടിച്ചു കഴിയുമ്പോഴത്തേക്ക്, അണ്ണാ ഞാനൊന്നും ചെയ്തില്ല, അണ്ണാ എനിക്കറിയത്തില്ല, ഞാൻ കൊച്ചു ചെറുക്കനാണ്, അല്ലെങ്കിൽ എനിക്ക് അറിയാതെ പറ്റിപ്പോയതാന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകിയിട്ട് എന്ത് കാര്യം? അങ്ങനെയൊന്നും മെഴുകുന്നവൻ്റെ ഒരു എക്സ്ക്യൂസും കാണിക്കില്ലേ. ഇവനെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇവനെയൊക്കെ നാട്ടിക്കണം, ഈ ചെറുക്കന്മാരെയൊക്കെ. അതാണ് വേണ്ടുന്നത്. എന്നാലേ ഇവനൊക്കെ നന്നാവും, അല്ലാതെ നന്നാവത്തില്ല. ഈ അടുത്ത സമയത്തൊക്കെ MDMA ആയിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു പിള്ളേരെയാണ് പിടിച്ചിട്ടുള്ളത് ഇന്നത്തെ ഈ ജനറേഷനെ. അവൻ്റെ അമ്മയുടെ സ്വർഗ വാതിൽ പോലും. ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇവനെയൊക്കെ വിളിക്കുക? ഇങ്ങനെയുള്ളവനെയൊക്കെ, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കുന്ന ഇവന്മാരെയൊക്കെ സത്യം പറഞ്ഞാൽ ഇവന്മാരുടെ അടുത്തൊന്നും പറഞ്ഞാൽ പോലും നേരെയാവത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇവന്മാരെയൊക്കെ കൈ കിട്ടുന്ന സമയത്ത് നല്ല രീതിയിൽ ഇവന്മാരെയൊക്കെ അങ്ങോട്ട് കൈകാര്യം ചെയ്യുക, നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ട് കൊടുക്കുക. അതാണ് വേണ്ടുന്നത്. നിയമത്തിന് മുമ്പിൽ കൊടുത്തിട്ടും കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ വീഡിയോ എടുത്തിട്ട് ഇതെല്ലാ ഡീറ്റെയിൽസും ഇവന്മാരെ ഫേസ് കാണിച്ച് വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് നാണം കെടുത്ത് ഉമ്മിത്തിരിയാക്കുക. അതാണ് വേണ്ടുന്നത്.
എന്നാലേ ഇവനെയൊക്കെ പഠിക്കത്തുള്ളൂ. അങ്ങനെ പല പല കാര്യങ്ങൾ ചെറിയ ചെറിയ ചെക്കന്മാരി പറയുന്നത്. ഒരുപാട് അക്കൗണ്ടുകൾ വന്നിട്ട് എല്ലാം ഫേക്ക് ഐഡിയ, വീഡിയോ ലീക്ക്ഡ്. അതിന്റെ ഒറ്റ കാര്യം പറയും, മേല് എന്റെ വീഡിയോയുടെ അടിയിലോ അവളുടെ വീഡിയോയുടെ അടിയിലോ വന്ന് ലീക്ക്ഡ് കോപ്പ് എന്ന് പറഞ്ഞ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്, ആരാണോ കമന്റ് ഇടുന്നത് അവന്റെ വീട്ടിൽ ഞാൻ ലൈവ് ഇട്ട് ഞാൻ കയറി വരും. ഒരു മാറ്റം ഉണ്ടാവില്ല. ഇത് ഞങ്ങളുടെതല്ല എന്നുള്ളത് ഞങ്ങൾ തെളിയിച്ച് കാണിച്ചു തരാം. ആ തെളിയിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ കമന്റ് ഇട്ടവന്മാര്, ഇത് വിറ്റവര്, ഇത് കണ്ടവര്, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് എന്റെ മുഖടക്കം എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഞാൻ പറയാം, എന്റെ കണ്ടന്റ് ഏറ്റവും വലിയ കണ്ടന്റ് ആയിരിക്കും. നിങ്ങൾ ആലോചിച്ചോ. സത്യം പറയാം, വെറുതെ വിടൂല. ഏജിന്റെ കാര്യത്തിലൊന്നും ഞങ്ങൾ അതൊന്നും പരിഗണിക്കില്ല. ഇത്രയും ഭയങ്കര ധൈര്യത്തോടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. എത്ര പ്രായം കുറവുള്ള മക്കളെന്നറിയോ, എല്ലാ ഏറ്റവും സത്യ കാര്യങ്ങൾ അറിയാം. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഒരു ഫാമിലിയാണ്, ഞാൻ ഒരു അമ്മയാണ്. എനിക്കൊരു ഇമേജ് ഉണ്ട്. അതാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്. അത് ഇതെന്ന് പറഞ്ഞിട്ട് വേദന പറഞ്ഞാൽ മനസ്സിലാവൂല. അവനാന്റെ വീട്ടിൽ അവനാന്റെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഈ അവസ്ഥ വരുമ്പോ അന്നേരം മനസ്സിലാവും. ഇനി എന്റെ വീടിന്റെ കമന്റ് ചെയ്യുന്ന പറഞ്ഞാൽ 2 വർഷം ഞാൻ പറയാം, ഒരു പെണ്ണിനെ പറ്റി ഒരു കമന്റ് ഇട്ട 2 വർഷം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എല്ലാ ആൾക്കാർക്കും ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം വരുമ്പോഴത്തേക്ക് എല്ലാ സ്ത്രീകൾക്കും ചിലപ്പം താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല. ചില ആൾക്കാർ അപമാനം സഹിക്കാൻ വയ്യാതെ, അല്ലെങ്കിൽ ആ ഒരു നാണക്കേട് സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ വരെ ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് ആരും ഉത്തരവാദിത്തം പറയും? ഈ ചെറുക്കന്മാർ ഉത്തരവാദിത്തം പറയുമോ? ഇതിന് ഉത്തരവാദിത്തം പറയോടാ നിങ്ങൾക്ക്? നിന്റെയൊക്കെ ഈ തോന്നിവാസങ്ങൾ കാണിച്ചു വെക്കുന്നത് ഇതൊന്നും വിട്ടുകളയില്ലേ? ഇതൊക്കെ നിങ്ങൾ വിട്ടുകളയില്ലേ? നിങ്ങൾ ഇപ്പം വിട്ടുകളഞ്ഞാലേ സത്യം പറഞ്ഞാൽ ഇതിനെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നിയമത്തിന് പോലും വേണ്ട. ഇതിനെയൊന്നും വേസ്റ്റ് സാധനങ്ങളാണ്. നിങ്ങൾ നിയമത്തിന് മുമ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കോടതി കയറി ഇറങ്ങി നടന്ന് നിങ്ങളെ ചെരുപ്പിൻ്റെ ബാറ് ചെയ്യുന്നതല്ല. ഇതിനൊന്നും ഒരു നടപടിയും വരത്തില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനെയൊക്കെ കൈയോടെ പിടിച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ ഇട്ടിട്ട് ഇവനെയൊക്കെ നാറ്റിക്കുക. അതാണ് വേണ്ടുന്നത്. കുടുംബത്തിന് മുമ്പിലും സമൂഹത്തിന് മുമ്പിലും. സത്യം പറഞ്ഞാൽ ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനായിരുന്നു. കാരണം നാളെ ഇനി ഈ ഒരു ചെറ്റത്തരം ഇവന്മാർ വേറെ ഒരാളോടും കാണിക്കരുത്. നിങ്ങളിത് പ്രശ്നം സോൾവ് ചെയ്ത് വിടല്. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങൾ വീഡിയോ എടുത്തിട്ട് ഇത് ആരാണോ, ഇതിൻ്റെ അഡ്മിൻ ആരാണോ, ഈ തൊലിഞ്ഞ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആരാണോ, അല്ലെങ്കിൽ ഇത് ഏതവനാണോ ഇത് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇത് ഈ രീതിയിലാക്കി നിങ്ങളെ ഫോട്ടോയും വെച്ച് ചേർത്ത് വേറെ ഏതോ വീഡിയോ വെച്ച് ചേർത്ത് ഷെയർ ചെയ്ത് വിട്ടവൻ, അത് പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ളവനാണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ, ലൈക്ക് ചെയ്തിട്ടുള്ളവൻ, ഇവന്മാരെല്ലാം നിങ്ങൾ ഇപ്പം സൈബർ സെല്ലിന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് ഇവൻ്റെയൊക്കെ വിചാരം എന്താണ്? ഇവനൊന്നും ചെയ്യുന്നതെന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്നാണ് ഇവൻ്റെയൊക്കെ വിചാരം. നീയൊക്കെ ചെയ്ത് നിന്നെയൊക്കെ പൊക്കിക്കഴിഞ്ഞാണ്ടല്ലോ, നീയൊക്കെ ഇതിനപ്പുറം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിസ്സാരം നിന്നെയൊക്കെ വന്ന് പൊക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്നുണ്ട്. നീയൊക്കെ ഏത് ഐ ഡിയിൽ യൂസ് ചെയ്യുന്നത്, ഏത് ജിമെയിൽ ID വെച്ചിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നതും, ഏത് ഫോണിൽ നിന്നാണ് ഡിവൈസിൽ നിന്നാണ് യൂസ് ചെയ്യുന്നത്, എല്ലാം ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് വേണ്ടാത്ത പണിക്ക് എന്തിനാടാ മക്കളെ നിൽക്കുന്നത്? നീയൊക്കെ നല്ല രീതിയിൽ പഠിച്ച് നല്ല ജോലി വാങ്ങിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക. വീട്ടുകാരെയും കൂടെ പറയിപ്പിക്കാതെ. അവനാന്റെ വീട്ടിൽ അവനാന്റെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഈ അവസ്ഥ വരുമ്പോ അന്നേരം മനസ്സിലാവും. കമന്റ് ചെയ്യുന്നുണ്ടല്ലോ, ഇനി എന്റെ വീടിന്റെ കമന്റ് ചെയ്യുന്ന പറഞ്ഞാൽ 2 വർഷം ഞാൻ പറയാം, ഒരു പെണ്ണിനെ പറ്റി ഒരു കമന്റ് ഇട്ട 2 വർഷം വരെ തടവുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല ആ കാര്യത്തിൽ. ഈ ഞങ്ങൾക്ക് കിട്ടിയപ്പോ ഈ ഗ്രൂപ്പ് അതേപോലെ കുറെ നമ്പർ കിട്ടിയിട്ടുണ്ട്, അതേപോലെ കമന്റ് ഇട്ടവന്മാർ കുറെ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നിങ്ങളൊക്കെ വന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എവിടെ നിന്ന് സാധനം കിട്ടിയ എല്ലാത്തിനും ഒരാളെ ഞങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഇത് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിൽ ഇങ്ങനെ കൊച്ചു പിള്ളേരെ ഇങ്ങനെ ഈ പ്രായത്തിലുള്ള പിള്ളേരെയൊക്കെ നമ്മൾ പിടിക്കുന്ന സമയത്ത് അവന്മാർ പറയും, അന്നേ നമ്മൾ അറിയാതെ പറ്റിപ്പോയതാണ്, നമുക്കൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ ഇത്ര വയസ്സേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ഒരു പ്രായത്തിൻ്റെ കൊച്ചു പിള്ളേരല്ലേ എന്ന് എഴുതിയിട്ട് ഒരുപാട് പേര് കണ്ണടച്ച് വിടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ കണ്ണടച്ച് വിടല്ലേ. കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ അറിയാമെങ്കിൽ ആ കൊച്ചു പിള്ളേരെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്ന ആ ചെറുക്കൻ്റെ അല്ലെങ്കിൽ ആ ടീംസിൻ്റെ ആ കൊച്ചു, സത്യം പറഞ്ഞാൽ ഞാനൊന്നും പറയുന്നില്ല. കാരണം ആ രീതിയിൽ എൻ്റെ വായിൽ വന്നിരിക്കുക. കാരണം ഇവന്മാരെ ഉള്ളിൽ അത്രമാത്രം ഒരു ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ ക്രിമിനൽസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ രീതിയിലൊക്കെ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ കണ്ണുടച്ചെങ്കിൽ വിടുകയും ചെയ്യും, പിന്നെയും ഇവന്മാർ ഇത് ആവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു കേസ്, ഇങ്ങനെയുള്ള കേസ് കെട്ടിലൊന്നും ഒരു ദാക്ഷിണ്യം കാണിക്കാൻ പാടില്ല. നല്ല രീതിയിൽ പണി കൊടുക്കണം. വീഡിയോ എടുത്ത് പബ്ലിക്കിൽ കൊണ്ടുവന്ന് ഇപ്പം ഒരുപാട് നമ്മളെ കയ്യിൽ അവസരം, നിയമം ഇല്ലെങ്കിൽ വേണ്ട, നിയമത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, നമ്മളെ കയ്യിൽ അവസരം ഇരിക്കുമല്ലേ, ഇതിനൊക്കെ കൊണ്ടിട്ട് പബ്ലിക്കിൽ കൊണ്ടിട്ട് ഇവനെയൊക്കെ നാണം കെടുത്തണം. അതാണ് വേണ്ടുന്നത്. എന്നാലേ ഇവനൊക്കെ പഠിക്കൂ. ഇപ്പം ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ഇപ്പം ഈ പബ്ലിക്കാക്കി ഇടുന്ന പ്രൊഫൈലിൽ നിന്നൊക്കെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ട് ഇതുപോലുള്ള ചെറുക്കന്മാർ അവരെ ഫോട്ടോസൊക്കെ കൊണ്ട് പബ്ലിക്കിൽ ഇട്ടിട്ട് ഈ ഫോട്ടോസിൻ്റെ നമ്പർ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ വേറെയും കുറേ ഫോട്ടോസ് വേണമെങ്കിൽ
ഇതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ DM അയക്കൂ, കോൺടാക്ട് ചെയ്യൂ, പൈസ തന്നു കഴിഞ്ഞാൽ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഈ ചെറുക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതുപോലുള്ള മുട്ടയിൽ നിന്ന് വിരിയാത്ത ഈ ചെറുക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട് കുറേ ഇൻസ്റ്റയായിട്ട്, ഫേക്ക് ID ആയിട്ട്. അപ്പം മാക്സിമം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ടുകൾ മാക്സിമം പ്രൈവറ്റ് ആക്കി വെക്കാൻ ശ്രമിക്കുക. ഇതുപോലുള്ള ഫേക്ക് ID എന്നൊക്കെ റിക്വസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ നോക്കുക അത് റിയലായി ജെന്യൂൻ ആയിട്ടുള്ള അക്കൗണ്ടാണോ ഫേക്ക് ID ആണെന്നൊക്കെ നോക്കിയിട്ട് മാത്രം റിക്വസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ സത്യം പറഞ്ഞാൽ ഇത് നമ്മളെ ഈ ഇപ്പോഴത്തെ നമ്മളെ നിയമം തന്നെയാണ്, നിയമവ്യവസ്ഥയിലുള്ള ഇതൊക്കെ കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ മുട്ടയിൽ നിന്ന് വിരിയാത്ത പിള്ളേർ വരെ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വെട്ടും കൊലയും അതുപോലെ MDMAയും ചപ്പും ചവറും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ ചെന്ന് ഏർപ്പെടുന്നത്. ഇങ്ങനെയുള്ള തലമുറയൊക്കെ വളർന്നു വരുമ്പം എന്തുമാത്രം ക്രിമിനൽസ് ആവും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തായാലും ഇവർ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഇതൊക്കെ മറ്റുള്ളവർക്ക് കൂടെ ഒരു പാഠം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം. ഒരുപാട് ആൾക്കാർ സാധാരണ ഇവരൊരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് ഇവർ ഷെയർ ചെയ്തു. ഇതുപോലെ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടായിരിക്കും, നമുക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഇന്ന് നമുക്കോ അല്ലെങ്കിൽ നാളെ നിങ്ങൾക്കോ ഇത് വരാതിരിക്കാം, പറയാൻ പറ്റത്തില്ല. ആ സമയത്തും നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ പ്രതികരിക്കണം. കാരണം ഇന്ന് നമ്മൾ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ AI കാലഘട്ടമാണ്. ഇപ്പം ഒരാളെ ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ വേണമെന്ന് നമുക്ക് ആക്കാം. എന്തായാലും ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവരിലും എത്തിക്കുക. See you guys.